ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. മഴയുള്ള ഒരു രാവിലെ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 7 മണിയാകാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട്. പക്ഷെ നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. എങ്ങോട്ട് പോകുന്നതല്ലേ? ഒരു ചന്തയിലേക്കാണ് യാത്ര. ഇത് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു കാട്ടാക്കട ചന്തയിൽ പോകാൻ. തിങ്കളും വ്യാഴവുമാണ് കാട്ടാക്കട ചന്ത. ഇന്നൊരു വ്യാഴാഴ്ച. നല്ല മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത മഴയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗാണ്. ഇത് നോക്കിയേ, നമ്മുടെ നിത്യകല്യാണിയൊക്കെ പൂത്ത് മഴയിലൊക്കെ കുതിർന്ന് കിടക്കുന്നു. ഈ ഒരു ലുക്ക് ഭയങ്കര രസമാണ് അല്ലേ? മഴയത്തിങ്ങനെ ചെടികളൊക്കെ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്ന കാഴ്ച. ഇവിടെ റോഡിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്നു. ഓ മൈ ഗോഡ്. എന്തായാലും കോടയൊക്കെ എടുത്തിട്ടുണ്ട്. ആവശ്യം വരും ചിലപ്പോൾ മഴ പെയ്താലും. ബിഗ് ഷോപ്പറുമാണ്. കാട്ടാക്കട ചന്ത എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നല്ല ക്ലൈമറ്റ്. മഴ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നു. വലിയ വെയിലും ഇല്ല. സൂപ്പർ. ഏകദേശം നമ്മൾ എത്താറായി. കാട്ടാക്കട ജംഗ്ഷൻ ഇവിടെ അടുത്ത് തന്നെയാണ് ചന്ത. സമയം എത്രയായി? 7:30, 7:30 മണി സമയം. കറക്റ്റ്. അങ്ങനെ സജീവമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ മോർണിംഗ് ആൾക്കാരെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് വലിയ തിരക്കായിട്ടില്ല. അങ്ങനെ കാട്ടാക്കട ചന്തയിലെത്തി. ചന്ത സജീവമാണ്. തൈയൊക്കെ ഉണ്ടല്ലേ? ഏത് ചീര? ഓ, എന്ത് ചീരയുടെ തന്നെയാണോ? ഇതൊക്കെ എന്താ? കത്തിരി തൈ. ഓ, അത് തൈ ആയിട്ടുണ്ട്. വിത്തുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വാങ്ങിക്കാം. കറിവേപ്പില അല്ലേ? ഓ, അഗസ്ത്യക്കീരയുടെ. ഓക്കെ. അതും പിന്നെ എന്താ? പിച്ചിയാ? ഓ, എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നല്ലേ? അഗസ്ത്യക്കീരയുടെ തൈ, പിച്ചി നമ്മൾ വെച്ചിരിക്കുന്നതല്ല അവര്. മനസ്സിലായി. ഓ, ആ സൈഡിലും ഉണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പൊ ഒരു എങ്ങനെ എൻട്രി അല്ലേ? സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരുടെ ചെറിയൊരു പൈസ വാങ്ങിക്കുമോ? ഓക്കെ. ഓ, ഇതിന്റെ ഒരു ഫീസ് പോലെ അല്ലേ? ചെറിയൊരു. ഓ, പഞ്ചായത്തിൽ കൊണ്ട് അടയ്ക്കും. ഓ, അത് ശരി. അപ്പൊ കുടുംബശ്രീയാണ് ഇത് നടത്തുന്നത് അല്ലേ? ഇതിന്റെ എന്താ പറയുന്നത്, വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതൊക്കെ നിങ്ങളാണ് അല്ലേ? ഓ, അത് കൊള്ളാം. കാട്ടാക്കട ചന്തയുടെ. അപ്പോൾ നല്ല കാഴ്ച. ഈ സൈഡിലും ചെടികളുടെ എല്ലാം തൈകളാണ് പലതരം. ഇതൊക്കെ എന്തൊക്കെയായിരുന്നു? ആ, വഴുതന, മുളക്. ഓ, നല്ല എല്ലാം നല്ല തൈരാണ് അല്ലേ? ധൈര്യമായിട്ട് വാങ്ങിക്കാം. നോക്കാം, ഞാൻ തിരിച്ചു വരുമ്പോൾ നോക്കാം. പൈനാപ്പിള് ഇവിടെ ഇങ്ങനെ തുടങ്ങുകയാണ്. ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇത് ചുവന്നത്, ഇത് വെള്ള. ഓരോരുത്തരായിട്ട് പല സ്ഥലത്തുനിന്നും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുന്നു വിൽക്കാനായിട്ട്. ഇവിടെ നാടൻ കത്തി. ഇതാണ് നാടൻ കത്തി വാങ്ങിക്കുന്ന സ്ഥലം. ഈ ചന്തയിലൊക്കെ പോകുമ്പോഴാണ് ശരിക്കും കിട്ടുന്നത്. നാടൻ കത്തിയാണ് അല്ലേ? ഇത് ഏതൊക്കെ? ഇതിങ്ങനെ ഈ ഷേപ്പിലുള്ളതാണ്. എന്തിനുള്ളതാണ് അത്? പഴം. അത് വേറെയാണ് അല്ലേ? ഓക്കെ. കാലിൽ വെച്ചരി എന്നാണോ? അല്ല, ആ ടൈപ്പും ഉണ്ട്. അല്ലല്ല, വേണ്ട, ഞാൻ ചോദിച്ചു. കാലിൽ വെച്ചരിന്ന്. 113 ഐറ്റം പിച്ചാത്തിയാ? അടിപൊളി. ബ്ലേഡ് കത്തി എന്ന് പറഞ്ഞാല് ഓ, മൂർച്ചയും കുറയില്ല, തുരുമ്പ് പിടിക്കില്ല. ഇതും തുരുമ്പ് പിടിക്കില്ല. 100. എത്ര തരം കത്തി? കമ്പനി വേണ്ട, എനിക്ക് നാടൻ മതി. ഇത് തേച്ചുപയോഗിക്കുന്നതാണോ? മൂർച്ച കുറയില്ല എന്നല്ലേ പറയുന്നത്? അപ്പൊ പിന്നെ തേക്കേണ്ട ആവശ്യമില്ല. പല കത്തികളൊക്കെ വെളിയിൽ വരുന്നുണ്ട്. 113 ഐറ്റം. എൻ്റെ അമ്മോ.
രാമൻ കത്തി എന്നാൽ ഒരു രാമൻ കത്തി എടുക്കാം. പ്ലസ് ഇത് സേഫ് ഏറ്റവും നല്ലതല്ലേ പറഞ്ഞു, അതും കൂടെ ഒരെണ്ണം എടുത്തേക്കും. ഇത് രണ്ടെണ്ണം. ആ അത് 250 എന്താ പറഞ്ഞേ? ഏതിന് 380? രാമൻ കത്തിക്കാ 350 വില? ഓ 100. അപ്പോൾ 480 അല്ലേ? എടുത്ത് വെച്ചേക്കോ, ഞാൻ പോയി വെച്ച് വരാം. ആ കൈ നീട്ടം തരാം. ശരി ശരി, പാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി, ഞാൻ തരാം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ 450. ബാലൻസ് ഞാൻ വന്നിട്ട് വാങ്ങി. ലോക്കൽ ചന്തയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ലോക്കൽ എന്ന് പറയുമ്പോൾ ഈ നാട്ടിൻ്റെ ഈ കാട്ടാക്കട ഭാഗത്തുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം പല പല സ്ഥലത്ത് ഉണ്ടാകുന്ന പച്ചക്കറികളും അല്ലാത്ത പച്ചക്കറികളും ഒക്കെ കൊണ്ടുവരും. പിന്നെ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് എല്ലാം. അതായത് വരവ് പച്ചക്കറിയുണ്ട്, നാടൻ പച്ചക്കറികളുണ്ട്. ഇവിടുത്തെ വെറ്റ, പാക്ക് ഇതൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഈ പരിസരത്ത് നിന്ന്. പിന്നെ പലതരം ചട്ടി, അടുപ്പ്, ചട്ടി, അടുപ്പ്, പാക്ക്, വെറ്റ. ഇത് മലക്കറി മുറിച്ച് വെച്ചിരിക്കുന്നല്ലേ? ഒരു ബാഗിന് 50. ഇതൊക്കെ മുറിച്ചിങ്ങനെ വെക്കും അല്ലേ? ഇത് എന്തൊക്കെ ഉണ്ടാവും ഇതിൽ? അവിയൽ, സാമ്പാർ, തോരൻ എല്ലാം കൂടി ചേർന്ന് ഒരു കിറ്റ് അല്ലേ? പിന്നെ എന്ത് പറയും? കട്ട് വെജിറ്റബിൾസ് ഉണ്ടോ? ഇതിനെന്താ പറയുന്നത്? പച്ചക്കറിയുടെ ഒരു കിറ്റ് എന്ന് പറയുമോ? 50 രൂപ. ഭയങ്കര ലാഭമാണ് 50 രൂപയ്ക്ക് വാങ്ങുന്നവർക്ക്. എല്ലാ കാര്യങ്ങളും കാണും. മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസാ. ഇതൊരെണ്ണം എന്തായാലും എടുക്കാം. സഞ്ചിയിൽ ഇതെന്താ സംഭവം? നമ്മളിത് ഊറ്റാനുള്ളതല്ലേ? ഊറ്റുന്ന പഴയ അരിയൊക്കെ ഊറ്റിക്കൊണ്ടിരുന്ന ലാമി എന്നാണ് പേര്. ചൂരൽ ലാമി. തവിയുണ്ട്, ചിരട്ടത്തവി. ഓ മഴ വന്നാ പാണ്. ഞാൻ രാവിലെ മഴയായിരുന്നല്ലേ? ആ എത്ര വാങ്ങിക്കും ഒരാളുടെ നിന്നൊക്കെ? എത്ര വാങ്ങിക്കും? അത് ഇവരുടെയാണ് വാങ്ങിക്കുന്നത്. ചെറിയ ചില്ലറ എത്ര? 50 രൂപ വാങ്ങിക്കുമോ? ചന്തോസം ഒരാളുടെ അല്ലേ? 20, 30, 40 ഇങ്ങനെ ഇവര് കുടുംബശ്രീക്കാർ ഇങ്ങനെ ചെറിയ പൈസ പിരിക്കും ഇവർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ടുള്ള സൗകര്യത്തിന്. ഇതിന് 50 രൂപ തരാം. ഓക്കെ, ഇത് ഭയങ്കര ലാഭമാണ്. എല്ലാം ഒരു അവിയലിന്. ഇത് ഏത്തക്ക എണ്ണത് കണ്ട 2 പച്ച ഏത്തനുണ്ട്. പക്ഷെ അത്ര ഇല്ല. ഞാൻ ഒരു റൗണ്ട് നോക്കട്ടെ എല്ലാ സ്ഥലത്തും. ഉണ്ടാക്കുന്ന അതെ ഇവരൊക്കെ ചെയ്യുന്ന വട്ടികളാണ്. നല്ലേ ഉണ്ടാക്കുന്നതാണോ അവിടെ? അവിടെ ചെയ്യോ? വീട്ടിലുണ്ടാക്കുമോ? ഓ ശരി. ഇതൊക്കെ എങ്ങനെ വില? ഈറയിലുണ്ടാക്കുന്നത് ചെറിയ ക്യൂട്ട് വട്ടി. ഇതൊക്കെയാണ് ലോക്കൽ മാർക്കറ്റിൽ വന്നുള്ള ഗുണം. ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികം. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാം കേട്ടോ, എൻ്റെ കുറ്റം. പൊങ്കാല വേണ്ട. 50 അല്ലേ? ചെറുത്. ഇത് കൊള്ളാം. അയ്യോ ഇല്ല, എനിക്കൊരു ചെറുത് മതി. എന്താ വ്യത്യാസം അതും ഇതും തമ്മിൽ? അത്ര ഉള്ള അത് അതിലും വലുത്. എനിക്ക് ചെറുത് മതി, ക്യൂട്ട്. 50 രൂപ. ഇതാ പാക്കും പറ്റിയും ഇഷ്ടം പോലെ കൊണ്ടുവച്ചിരിക്കുന്നു. ലാവിഷ് അങ്ങോട്ടും അങ്ങോട്ടും. ഇത് കംപ്ലീറ്റ് വെറ്റയുടെ ഒരു ഏരിയയാണ്. വെറ്റയും പാക്കും അവിടെ എല്ലാം കുറേ ലേഡീസ് ഒത്തിരിയുണ്ട്. പിന്നെ നല്ല കറിവേപ്പില, ആ ഭാഗത്തൊക്കെ കുറച്ച് ഇലവർഗ്ഗം. ഇത് നാടൻ മലക്കറി പച്ചക്കറി എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും കാണില്ല. കിട്ടും കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഓണ സമയത്തൊക്കെയാണ് ആൾക്കാർ കൃഷി ചെയ്യുന്നത്, പച്ചക്കറി കൃഷി. ഇത് പല സ്ഥലത്തുനിന്നും വരുന്നതും ഉണ്ടാകും. ഇപ്പം ഞാൻ മേടിച്ചതുപോലെ ഇങ്ങനെ കവറിൽ കട്ട് ചെയ്ത് കുറേ വെച്ചിരിക്കും, കട്ട് വെജിറ്റബിൾസ് ആയിട്ട്. അത് ഭയങ്കര ലാഭമാണ് ആൾക്കാർക്ക് ഒരു ദിവസത്തേക്കുള്ള. ഇതൊക്കെ ചെറിയ പടവലങ്ങ, നല്ല രസമുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഇവിടെ നിന്ന് ഉണ്ടാവുന്നതാണോ? നാടനാണോ? ഇവിടെ അടുത്തുണ്ടാവുന്നതാണോ? അത് ശരി. ഓക്കെ, ചെറിയ പടവലങ്ങ. ഇതെങ്ങനെ എണ്ണമാണോ തൂക്കമാണോ? ആണോ? 1 കിലോയ്ക്ക് 20 ഉള്ളൂ. ഓക്കെ, 1 കിലോ എടുക്കുന്ന. 1 കിലോയ്ക്ക് only 20 rupees. അത്ര കിട്ടുമോ 1 കിലോ എന്ന് പറഞ്ഞാൽ? ഭയങ്കര ലാഭം. ഒരു മിനിറ്റ്, എത്ര എണ്ണം ഉണ്ട്? 3, 4, 5, 6 എണ്ണം ഉണ്ട്. ലാഭം. ഇത് കിളിച്ചുണ്ടനാണ്, അധികം പുളിയില്ലാത്തത്.
അത് എന്താ കിലോയ്ക്ക് വില? 2 കിലോ 60 രൂപ, കിലോയ്ക്ക് 30 ഉള്ളൂ. അതും ലാഭം. ഇതിവിടെ ഭയങ്കര ലാഭമാണല്ലോ ഈ സൈഡ്. ഈ കടയുടെ മാത്രം പ്രത്യേകതയാണോ ഇത്രയും ലാഭം? ഇത് 60 അല്ലേ? 60 80 ആയിട്ടുള്ളൂ. 4 മാങ്ങ കിട്ടിയ വലുത്. ഇതേ രമ്പയും കൂടെ തരും. മൂടുള്ളത് വേണം. കുറച്ച് രമ്പ മുറിച്ചിട്ട് വന്നാലും മതി, ഫുള്ളായിട്ട് വേണ്ട. ചെറുത് എൻ്റെ രമ്പ എല്ലാം പോയല്ലോ. നിങ്ങൾ കണ്ട നമ്മുടെ മോളീസ് ഗാർഡനിൽ വീണ്ടും രമ്പ വെച്ച് പിടിപ്പിക്കാം, അല്ലാണ്ട് നടക്കത്തില്ല. എനിക്കതിൻ്റെ ഒരു മൂട് മാത്രമായിട്ട് മുറിച്ചായിരുന്നു. ഓക്കെ, മതി 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 മതി, 2 മതി. ഇത് വളരുമല്ലോ എന്തായാലും. ചെമ്പ ചെമ്പ കളക്ഷൻ ഇഷ്ടംപോലെ കയറി തുടങ്ങി. നെല്ലിക്ക വേണ്ട, ചേമ്പ് വേണ്ട. ദേ ഓക്കെ, നല്ല രസമുള്ള മാർക്കറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ കംപ്ലീറ്റ് പച്ചക്കറികളുടെ ഒരു വലിയൊരു ശേഖരം തന്നെയുണ്ട്. എന്ത് ലാഭമൊന്നും മനസ്സിലായല്ലോ അല്ലേ? ആ കടയിൽ ഭയങ്കര ലാഭം ആ ആളുടെ ഇത്. ഇവിടെ കംപ്ലീറ്റ് ഏത്തക്കൊല. അവിടെ എല്ലാം വെജിറ്റബിൾസ് ആണ്. ഇനി ആ ഫിഷ് കുറച്ച് താഴോട്ടാണ്, അങ്ങോട്ട് പോവാം. ഇത് 50 ആയിരിക്കും അല്ലേ? ഒയ്യോ, ഭയങ്കര ലാഭം തന്നെയാണല്ലോ. നോക്കൂ, പച്ച ഏത്തക്ക ഇങ്ങനെ കൂറ് വെച്ചിരിക്കുന്നത്. അതിനെ തന്നെ കൂറ് വെക്കുന്നതെന്ന് പറയുന്നത്, ഇങ്ങനെ കൂട്ടി വെക്കും. ഇതൊക്കെ എങ്ങനെ വില? അത്രേ ഉള്ളോ? ഒരു വലിയ കൂറ് 50 രൂപ, ചെറുത് 20. ചെറുതിൽ തന്നെ ഏകദേശം 5 ഏത്തക്കയുണ്ട്. വലുതിൽ 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, 10-12 എണ്ണം ഉണ്ട്. അത് 50, മറ്റത് 20. എന്ത് ലാഭം. ഈ പേങ്ക എങ്ങനെയാ വില? പേങ്ക ഒരു 5 എണ്ണം ഉണ്ട്. പേങ്ക എന്ന് പറയുന്ന ഒരു കായുണ്ട്, അത് 5 എണ്ണത്തിന് 20 ഉള്ളൂ. ഓക്കെ, എന്തായാലും മേടിക്കാം. ഓക്കെ, ഒരു വലുതെടുത്തോളൂ, പിന്നെ ഒരു സെറ്റ് പേങ്കായും. നോക്കി കണ്ടില്ലേ എത്രയുണ്ട്? ഇത് 50 രൂപയുള്ളൂ ആയിട്ടുള്ളൂ. യെസ്, 50, 20, 70. എന്ത് ലാഭം. ഭയങ്കര ലാഭം. 50 രൂപയായുള്ളൂ എനിക്ക്. ഓക്കെ, ഒരു 5 പേങ്കായും ഒരു 10-12 ഏത്തക്കായി. Hello, madam. 20 rupees. Only 20 rupees. എന്താ കിലോയ്ക്കാ? ഏത് ക്യാരറ്റോ? അതെന്താ ഇത്ര വില കുറവ്? ഊട്ടി ക്യാരറ്റാണ്. വില കുറയാൻ കാര്യം എന്താ? ഓ, അങ്ങനെ പല റേറ്റിലുണ്ടല്ലേ. നോക്കി, ഇത് അത്ര ക്വാളിറ്റി വ്യത്യാസമുണ്ടോ? ഇല്ല. ഓ, ചെറുതാണ്. ഊട്ടി ക്യാരറ്റ് തന്നെയാണ്, സ്മോൾ സൈസ്. കിലോയ്ക്ക് 20 ഉള്ളൂ. ഇത് കഴിക്കാൻ നല്ലതായിരിക്കും അല്ലേ, ചെറിയ സൈസ് ആയതുകൊണ്ട്. അയ്യോ, എനിക്കിപ്പോൾ വേണ്ട, കഴിക്കാൻ വേണ്ട വേണ്ട. 1 കിലോ എടുത്തോളൂ, 20 അല്ലേ ഉള്ളൂ. 1 കിലോയ്ക്ക് only 20 rupees. ഇത് വഴുതനങ്ങ നോക്കിയേ, കത്തിരിക്ക, ഇതൊക്കെ വില. ഇതൊക്കെ എങ്ങനെ വിലയ്ക്ക് കൊടുക്കുന്നത്? കത്തിരിക്ക, വഴുതനങ്ങ എല്ലാം കിലോ? കുറച്ച് കൊടുക്കും. അതെ അതെ. വഴുതനങ്ങ ആണെങ്കിലോ 30 രൂപയാണ് റീറ്റെയിൽ അല്ലേ? ഹോൾസെയിലായിട്ട് ആൾക്കാർ, കടക്കാർ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 25 രൂപയ്ക്കും കൊടുക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് താമസിച്ച് വന്നാൽ. മഴയൊക്കെ ആയതുകൊണ്ടാണോ കുറച്ച് കുറവ്? എന്തായാലും നല്ല കുറവാണ്. 30 rupees ഒക്കെ ഉള്ളൂ കിലോയ്ക്ക്. കത്തിരിക്ക, വഴുതനങ്ങ മുതലായ കാര്യങ്ങൾ. ഈ മധുരക്കിഴങ്ങിന് എന്താ വില കിലോയ്ക്ക്? ഇത് മധുരം ഉണ്ടോ? മറ്റേതല്ലേ കൂടുതൽ മധുരം, അകത്ത് ചുമന്നിരിക്കുന്ന മഞ്ഞ. അതാ ഞാൻ ചോദിച്ചത്, മഞ്ഞയ്ക്ക് മധുരം ഉണ്ടാവോ? അത്ര പോലെ അല്ലേ? ആണോ? 1 കിലോ എടുക്കാം. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ 2 ടൈപ്പ് വാങ്ങിക്കുക. ഇത് യെല്ലോ ആണ്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ആൻഡ് റെഡും ഉണ്ട്. 3 തരം കിട്ടും. കിലോയ്ക്ക് 25-30 രൂപയ്ക്കൊക്കെയാണ് ബീട്രൂട്ട് വിൽക്കുന്നത്. തന്നോളൂ. നാരങ്ങയൊക്കെ എന്ത് വിലയ്ക്ക് കൊടുക്കുന്നു? ഇന്നത്തെ വില 100 രൂപ. ഇത് 60 രൂപയ്ക്ക് കൊടുക്കുന്നു. ആണ്, അത് ചെറുത്.
നമ്മുടെ ഒടംകൊല്ലി മുളക് കൂറ് വെച്ചിരിക്കുന്നുണ്ടോ? ഇതാണൊരു മണവും എരിവും ഒക്കെ ഉള്ള ഒടംകൊല്ലി. ഇതെങ്ങനെ വില? ഇതൊക്കെ നമ്മൾ ലോക്കലായിട്ട് വളർത്തി കൊണ്ടുവരുന്നതാണ്, വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ വിൽക്കാനായിട്ട്? എന്ത് വില അത്? ആ ചെറിയ കൂറ് 20 രൂപ. ഒരെണ്ണം എടുക്കോ? അയ്യോ, അവിടെ ഭയങ്കര മണമായിരിക്കും. അയ്യോ, ഭയങ്കര മണം, വീര്യം. ഉടംകൊല്ലി ഉടനെ കൊല്ലുന്നത്. എടുത്തോളൂ, ഒരു കൂറ എടുത്തോളൂ. ആ കട്ട്. ഈ വെള്ളരിക്ക എങ്ങനെ വില? കിലോയ്ക്കാ? ആ, വെള്ളരിക്ക 20, ഉള്ളി 20. എടുക്കോ, 1 കിലോ. 20 രൂപയേ ഉള്ളൂ രണ്ടെണ്ണം. ഇനി ഇതുപോലെ ആയിരിക്കും എപ്പോഴും. ചന്ത ദിവസം ഇങ്ങനെ തന്നെയാണല്ലേ, വില കുറവാണ്. ഓക്കെ, ഇത് 20, മുളക് 20. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 10 രൂപയ്ക്ക് മത്തൻ തരുന്നു. ബാർട്ടർ സിസ്റ്റം പോലെ. ഇത്രയും വലിയൊരു പീസിന് ഉള്ളി 10 റുപ്പീസ് മത്തൻ. ഏതെടുത്താലും 20. കൂറായിട്ട് വെച്ചിരിക്കുക. ടൊമാറ്റോ ഒക്കെ എന്ത് വില? നെല്ലിക്ക, നാടൻ നെല്ലിക്ക. കൂട്ടുകോണം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. പച്ച ഇതെല്ലാം വീട്ടിലുണ്ടാവുന്ന അവർ പറിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നതാണ്. അതായത് വീട്ടിലുണ്ടാവുന്ന നാരങ്ങ, ഒടംകൊല്ലി മുളക്, കാന്താരി മുളക്, പിന്നെ ശീമച്ചക്കൊക്കെ എന്താ വില? 60 രൂപ. ആണോ? ഓക്കെ, അപ്പൊ ഇതൊന്നും എടുത്തേ. ഒരു നല്ല വിളഞ്ഞത് നോക്കി. അതിപ്പോ വിളഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല കുഴിഞ്ഞിരിക്കുന്നല്ലേ? ഇതെന്താ വില പറഞ്ഞ? 60 രൂപ. ആഹാ, മറ്റേത് തന്നാ മതി. അത് മതി. 70. ആഹാ, കൂടിക്കൊണ്ടിരിക്കും. ആണ്. ഓ, രണ്ടും ഒരുപോലെ തന്നെ. 2 എടുക്കാം. ആത്തിച്ചക്ക. ഇത് ഭയങ്കര പ്രഷ്യസ് തന്നെയാണ്. എന്താ വില അത്? ആത്തിച്ചക്ക. അയ്യോ, അത് ചുമ്മാ ചോദിച്ചു. എത്ര അത്? എല്ലാം കൂടി വേണ്ട. എങ്ങനെയാ അത് വില ഇട്ടേക്കുന്നത്? പഴുക്കാറായത് എടുത്താൽ മതി. അത് എന്ത് വില? മതി. 3 എണ്ണം വേണോ? വേണ്ട, 2 എണ്ണം മതി. അതെന്ത് വില? അല്ല, ഇത് എത്രയാ? ഇത് വേണ്ട. ഇത് പക്ഷെ അത് വേണ്ട. ഇതിങ്ങനെ വളഞ്ഞിരിക്കും. ചിലപ്പോ അകത്ത് ഇതാണെങ്കിലോ ഒക്കെ ആണോ? 100 ഓക്കെ. ഇത് നോക്കിയാ പുളിശ്ശേരി മാങ്ങ. ഇതൊന്നും കാണാൻ പോലും ഇല്ല. 50 രൂപയാണ് ഒരു കൂറെന്ന് പറയുന്നത്. നല്ലത് നോക്കി തരണേ. മാങ്ങ, പുളിശ്ശേരി മാങ്ങ. ഒഴിച്ചുവിട്ടാ മാങ്ങ അത് തന്നെ. നല്ല വിളഞ്ഞ മാങ്ങ 130. ഓക്കെ, ഇത് 130ക്കാണ് കിലോ. ഇവിടെ സിറ്റിയിലൊക്കെ 180 ആണ്. നമ്മുടെ വീടിനടുത്തൊക്കെ 180 റുപ്പീസാണ്. ഇത് 130. നല്ല നോക്കിയെടുത്തത്. എന്താണ് ഇത്? അത് ചെറുത്. ചെറുതായിട്ടാണ് എടുക്കുന്നത്. എനിക്ക് വേണ്ട, അത്രയൊന്നും വേണ്ട. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പഴുക്കും. 2 കിലോ ധാരാളം. ഒന്നിച്ച് പഴുത്ത പണിയാ. ഓക്കെ, കറക്റ്റ് 2 കിലോ അല്ലേ? ഓ, എന്തൊരു സൂക്ഷ്മമായ എടുക്കലാണ്. ഇത് എനിക്ക് ഫ്രീ കൈനീട്ടായതുകൊണ്ട് തന്നാണ്. അയ്യോ, അതിനകത്ത് പുളിശ്ശേരി മാങ്ങ ഉണ്ട്. അത് ചതഞ്ഞു പോവോ? ഇല്ല. ഓക്കെ, ശരി. അടിപൊളി ശീമച്ചക്ക കിട്ടിയല്ല. സുന്ദരി പൂച്ചകൾ 2 പേർ. അടിപൊളി. ഇവിടെ മാങ്ങയുണ്ട് കേട്ടോ. ഈ കാട്ടാക്കട സൈഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കോട്ടൂക്കോണം മാങ്ങയുണ്ടാണ് അടക്കം. ഈ ടൈപ്പ് മാങ്ങ എൻ്റെ ഫേവറേറ്റാണ്. ഉള്ളി, ചെറിയ ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങ് എല്ലാം ഇങ്ങനെ കൂറ് വെച്ചിരിക്കുക. മാങ്ങയെല്ലാം എങ്ങനെ വില? 200. ഒരു കിലോയ്ക്ക്? കിലോ അല്ല, തൂക്കി വെക്കുന്ന അല്ലേ? ഓക്കെ, മനസ്സിലായി. ഞാൻ മേടിച്ചു. ഞാൻ ഒന്ന് നോക്കാൻ വേണ്ടി. കാന്താരി മതി.
20 രൂപയ്ക്ക് എടുത്തോളൂ. മതി മതി. യെസ്. ചില്ലറ ഉണ്ടോ? ഇത് സീരിയലല്ല. ഇനി നടന്ന് മീൻ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ഐസിട്ട മീനും ഉണ്ട്, അല്ലാണ്ട് ചൂണ്ടയിൽ പിടിച്ച് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീനും ഉണ്ട്. ലേഡീസ് വെച്ചിരിക്കുന്ന കൂടുതലും ഫ്രഷ് ആണെന്ന് പറഞ്ഞത്. ഉണക്കമീനുണ്ട്, ഉണക്കക്കരുവാട്. ഇത് നെത്തോലി കരുവാടും എങ്ങനെ വില? കൂറല്ലേ, ഒരു കൂറ് 50. പിന്നെ മറ്റതൊക്കെ എന്താ വേറെ? ഇത് കൊഴിയാള, ഇത് അയല, ഇത് വാള. അയല, നവരയോ? എല്ലാം 50 അല്ലേ? ശീലാവ് അങ്ങനത്തെ എന്തെങ്കിലും? കോര കരുവാട് ഇല്ല. ഇപ്പൊ ഇത്രയാണോ ഉള്ളത് അല്ലേ? അയല ഇങ്ങനെ പിളർന്നതാണോ? കൊഴിയാളാ അയല. എന്തായാലും ഒരു 50 രൂപയുടെ അതെടുക്കോ. നവര. ഈ മാർക്കറ്റ് വരെ അടുത്താണോ? അല്ലല്ല, 20 കിലോമീറ്റർ അപ്പുറം. ഞാൻ പഴവങ്ങാടി ഗണപതി ജോലിൻ്റെ അവിടെ നിന്നാണ്, കുറച്ച് ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ച് കേട്ട് വന്നതാണ്. ഇതെല്ലാം വിഴിഞ്ഞത്തുനിന്ന് വരുന്ന മീനാണ്. ഇവിടെ അടുത്ത് കടല് അതാണല്ലോ വിഴിഞ്ഞം. ലേഡീസ് വെച്ചിരിക്കുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ളത്. അയലയുണ്ടോ? എങ്ങനെ വില? എന്ത് വില? അയ്യോ അമ്മ, 4 എണ്ണത്തിന് 250. അല്ല, ഈ ചൂരക്കൊക്കെ എങ്ങനെ വില? ഓഹോ, ചെറുതാണോ? പക്ഷെ ഇതൊക്കെ വിഴിഞ്ഞത്തുനിന്ന് വരുന്നതാണോ? ഇതെന്ത് മീൻ? ഇത് മാലാവ്, അത് പാല, തിരിയാവ് അല്ലേ? അയല എങ്ങനെ വില? എത്ര എണ്ണം? 5? ആ, അത് ഒന്ന് ഇത് കാണിച്ചു തരുമോ? അതിൻ്റെ തല ഒന്ന് ഇങ്ങനെ അത് കലവ. ഓ, കലവ ഫിഷ് അല്ലേ? കലവ എന്ന് പറഞ്ഞ മീൻ, അതായത് സീബാസ് എന്ന് പറയുന്നത് അതാണോ? കലവ അതിൻ്റെ ഫ്ലഷൊക്കെ അത് എക്സ്പോർട്ട് ചെയ്യാൻ എടുത്തിട്ട് തലയും മുള്ളുമായിട്ട് ഇങ്ങനെ വിൽക്കാനായിട്ട് വാങ്ങിയിട്ട് വരും. ഇതൊക്കെ എങ്ങനെ വില? മുള്ളും തലയും കൂടെ മാത്രം? കമ്പനിക്കാരെടുത്തിട്ട് ബാക്കി എല്ലാം തലയും തരുന്നേ. അതിനകത്ത് അയ്യോ, അതിന്റെ വയറിനകത്ത് മീൻ ഇരിക്കുന്നു. അതിനകത്തോ? അത് മീൻ എങ്ങനെ അറിയാൻ പറ്റും? ഏത് മീൻ ഇരിക്കുന്നു? ആ, ഏതോ ഒരു മീനകത്തുണ്ടല്ലേ. കമ്പനിക്കാരെടുത്തിട്ട്. ഓക്കെ. ഇത് ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? ഇത് അറിയാൻ വേണ്ടി വില? അയ്യോ, ആ കലവയുടെ അല്ലേ ജനറലി ചോദിച്ചു. ഇതിന്റെ വില എന്താണ്? ആ, ഇത് തലയും മുള്ളും എല്ലാം കൂടെ 300 രൂപ. ഉള്ളതിൽ ചെറുതിനാണോ അതോ പല വിലയ്ക്കുണ്ടോ? തല ഇത് കലവ. ഓ, തിരച്ചി എങ്ങനെ വില? ഇത് ഒരു പീസിന് 100 റുപ്പീസ് അല്ലേ? തിരച്ചി മീൻ. എനിക്കൊരു 2 പീസ് എടുക്കോ. മത്തി അതെങ്ങനെയാ വില? 100 രൂപയോ? എത്രയുണ്ട് 100 രൂപയ്ക്ക്? അയ്യോ, അത് വേണ്ട, വയറിൻ്റെ പീസ് വേണ്ട, നല്ലത് ഇതൊരു പീസും. ഇത് വലിപ്പം അനുസരിച്ചാണല്ലോ. ഒരെണ്ണത്തിന് 100 രൂപയല്ലേ? 200 റുപ്പീസ്. അത് ഇച്ചിരി വിലയുണ്ട്. പിന്നെന്താ, ഇതിൻ്റെ പകുതിക്ക് 100 അല്ലേ? അപ്പം 100 രൂപയ്ക്ക് എടുക്കും മത്തി. ഇത് നോക്ക്, അയല, ചെറിയ അയല. ഇതൊരു കൂറ് 100 രൂപ. അത് ലാഭമാണ്. ചിലതൊക്കെ ലാഭം, ചിലതൊക്കെ നഷ്ടം. ഇന്ന് ഇവർക്ക് കിട്ടുന്ന പോലെ അങ്ങനെ. ഇത് 100 റുപ്പീസ് ഒരു കൂറ്. ഏതാണ്ട് ഒരു 10-20 എണ്ണം ഉണ്ട് കേട്ടോ, ചെറിയ അയല. പിന്നെ കണവയുണ്ട്, ഞണ്ടുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഈ തിരച്ചി അനുകുട്ടിയുടെ ഫേവറേറ്റാണ്, അതാണ് ഞാൻ മേടിച്ചത്. തീയൽ പോലെ വറുത്തരച്ച് വെച്ച ഷിലൈസ് കൊച്ചുള്ളിയൊക്കെ ഇട്ട്.
ഞാൻ എന്ത് ചെയ്തറിയോ, കുറേ സാധനമായപ്പോൾ ഞാൻ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്ത് കാറിനകത്തേക്ക് അയച്ചു. എക്സ്ട്രാ കവേഴ്സ് ഞാൻ ഉണ്ടായിരുന്നു, അത് കുറച്ച് അങ്ങോട്ട് കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കോഴി വിൽക്കാൻ കൊണ്ട് വെച്ചിരിക്കുക കേട്ടോ. കോഴിയുടെ കുഞ്ഞുങ്ങൾ വളർത്താനായിട്ട്. താറാവ്, ഇത് വളർത്താനല്ലേ? ഇറച്ചിക്കോഴി, വാങ്കോഴി എല്ലാം ഉണ്ട്. വാങ്കോഴി, കുഞ്ഞ് വളർത്താനുള്ള കോഴി, താറാവ്. താറാവൊക്കെ എങ്ങനെ വില? 650 ജോഡിക്ക്. ഒരു പേരിന് 650 രൂപ താറാവ്. കോഴിക്കാണെങ്കിലോ? കോഴിയുടെ വില എന്നാ? 250 രൂപ പേര് കോഴി. കോഴി കുഞ്ഞുങ്ങളാണേ. വാങ്കോഴി എവിടെ കണ്ടില്ലല്ലോ? അത് ഇറച്ചിക്കുള്ളതാ? ഇതൊക്കെ വളർത്താനാണല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇറച്ചിക്ക്. ഇതാണോ കോഴി? ഇതിനെ കൊല്ലാനാണോ ആൾക്കാർ ഇറച്ചിക്ക് വാങ്ങിക്കുന്നത് അല്ലേ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, വേണ്ട. അത് മീറ്റിന് വേണമെങ്കിൽ ആൾക്കാർ വാങ്ങിക്കും. വളർത്താനായിട്ട് കുറേ ഉണ്ട്, എല്ലാ ടൈപ്പ്സ്. വാങ്കോഴി വളർത്താം, കോഴി വളർത്താം, താറാവ് എല്ലാം ഉണ്ട്. 650. കോഴിക്ക് എന്താ വില? വളർത്ത് 250 ഒരു ജോഡിക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ ശരി, ഇവിടെ വിടാം. ഫിഷ് ഏരിയ ഇത് കുറേ ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ട്. ഇനി പുറത്തോട്ട് പോകുന്ന വഴിക്ക് നല്ല മരിച്ചീനി കപ്പ മേടിച്ചിട്ടുണ്ട്. പയറും ചീര ഉണ്ട്. നമ്മുടെ മോളീസ് ഗാർഡനിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചീര പയറൊന്നും വാങ്ങിക്കുന്നില്ല. മാമ്പഴം മേടിച്ചു. അപ്പോൾ ഇനി വാങ്ങിക്കേണ്ടത് മരിച്ചീനി, പിന്നെ ഒരു സെറ്റ് മധുരക്കിഴങ്ങ് കൂടെ വാങ്ങണം. പുറത്ത് നല്ലത് കണ്ടു. പിന്നെ കുറേ തൈ വാങ്ങണം. ശരിയാണ്. കത്തി മേടിച്ചു, പൈസ കൊടുത്തു, പക്ഷെ കത്തി എടുത്തില്ല. അപ്പോൾ അതിപ്പോൾ എടുക്കാം. സന്തോഷം, തന്നോളൂ. താങ്ക് യു. കിലോ എന്ത് വില? ഇത് 30 രൂപ. ഈ ടൈപ്പാണ് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആണോ? എന്നാൽ എടുത്തോളൂ 1 കിലോ. അത് ചുമപ്പ്, ഇത് വെള്ള. വെള്ളമല്ല, മഞ്ഞ. ഞാൻ നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം ഏതാണ് നല്ല വെന്തതെന്ന്. ഇത് നല്ല മധുരമാണോ? മധുരം ഉണ്ടാവുമല്ലോ. ചുമപ്പായിരിക്കോ? ഇതും മഞ്ഞയാ? ഈ വേഗം ചുമക്കുന്ന ഏതാണ്? അതെ, ഓക്കെ. വേഗം ചുമക്കുന്ന ഏതാ? അതില്ലല്ലേ, എല്ലാം മഞ്ഞയും വെള്ളയും മാത്രമേ ഉള്ളൂ. വൈറ്റ് ആയിരിക്കും, അപ്പോൾ യെല്ലോ ആയിരിക്കും വൈറ്റ്. ഇത് നോക്കിയേ, ഇത് നല്ല മധുരമുള്ള മാങ്ങയാണെന്നാണ് പറഞ്ഞത്. 100 രൂപയാണ് ഒരു കൂറെന്ന് പറയാം. ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇതെന്ത് മാങ്ങേൻ്റെ പേരെന്താ? പഞ്ചവർണ്ണം. ഓ ശരി, നല്ല മണമുണ്ട് എന്തായാലും ഇതിന് അടുത്തൂടെ പോകുമ്പോൾ. പഞ്ചവർണ്ണം. ചെടി ഈ ചെടി എന്താ വ്യത്യാസം? ഞാൻ അവിടെ വരാം. പൊന്നം കണ്ടി ചീര. അതന്നെ എൻ്റെ കയ്യിലുണ്ടത്. ഓക്കെ, ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയോ? വളരുമോ? ഒരു കെട്ട് 20, അത്രേ ഉള്ളൂ. ഒരു കെട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് എന്തൊക്കെ തരും? കാന്താരി വേണം, തൊണ്ടൻ വേണം, പിന്നെ നീളം വെച്ചു. ഇതെന്താണ്? വഴുതന. വഴുതന വേണമെന്നില്ല, വഴുതന വേണ്ട, മറ്റത് മതി. എനിക്ക് മുളകിൻ്റെ ഐറ്റംസാണ് വേണ്ടത്. തൊണ്ട മുളകാ, അത് 2 മൂട് എടുത്തോളൂ. പിന്നെ കാന്താരി 2. കൂടുതലെടുത്താലും കുഴപ്പമില്ല, എത്ര പിടിക്കുമെന്ന് അറിയാമല്ലോ. എല്ലാം കൂടെ 10 എണ്ണത്തിന് 20 വില? ശരി, 6 എണ്ണം എടുക്കും. അപ്പോൾ 2 വെച്ചെടുക്കും. 2 കാന്താരി, 2 തൊണ്ടൻ, 2 സാധാ കാരിമുളക്. ഈ ചന്ത എന്ന് പറഞ്ഞാൽ കാട്ടാക്കട പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡ്. ഓൺലി 20. ഇപ്പുറത്തെ ആ ചേട്ടനെ ഇന്നും കൂടെ വാങ്ങിക്കാം, പാവം ചേട്ടൻ. ഞാൻ ആദ്യം അവിടെ സംസാരിച്ച്. ടൊമാറ്റോ എടുക്കൂ.
ടൊമാറ്റോ ടൊമാറ്റോ എങ്ങനെ വില ചേട്ടാ? ഒരു കെട്ടിന് 20. എത്ര ടൊമാറ്റോ മൂട് വരും? 10 ഉണ്ട്, എടുത്തോളൂ. ടൊമാറ്റോയും പിന്നെന്ത് വേണം? വെണ്ടയ്ക്കയുടേത് ഉണ്ടോ? പക്ഷെ അതിങ്ങനെയാണല്ലേ, അരിയാണ്. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, ഇത് മതി. അപ്പോൾ വേണ്ട മാത്രം, അല്ല ഇത് മാത്രം മതി ടൊമാറ്റോ. ഓക്കെ. ചേട്ടൻ്റെ ഒന്ന് വാങ്ങിക്കാതെ പോകണം, ശരിയല്ല. ആദ്യം ചോദിച്ചത് ഇവിടെയാണ്. എത്രയാണ്? 40. അപ്പോൾ കൂടുതലെടുത്തല്ലേ? പോയിട്ട് വരാൻ ചേട്ടാ. ഓക്കെ, പോയിട്ട് വരട്ടെ. ഇനി കുറച്ച് കപ്പയും കൂടെ വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെ ചന്തയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു. ബാഗ് ഭയങ്കര വെയിറ്റ് കാറിലേക്ക് കൊടുത്തു. ഇത് ജസ്റ്റ് വെളിയിൽ കപ്പ മരിച്ചീനിങ്ങനെ തൂക്കി വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടോ? ആ ഭാഗത്തേക്ക് പോകുന്നു. അകത്തുള്ള മരിച്ചീനൊന്നും അത്ര നല്ലതല്ലായിരുന്നു, ഇത് വെളിയിൽ നല്ലത്. കടകളുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ. അവിടെയൊക്കെ ആത്തിച്ചക്ക ഇതൊക്കെ വിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലും വെച്ചിട്ടുണ്ട് അവർ, ചന്തയ്ക്ക് വെളിയിൽ. ഇതല്ല വേവുന്നല്ലേ? ഇത് വയലിലെ കപ്പയാണോ? ഓക്കെ. ഒരു വെള്ളം തിളയ്ക്കണം, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വേഗം. കിലോ എങ്ങനെ വില? ശരി, 2 കിലോ എടുത്തോളൂ. ഇത് ശരിക്കും വേകുമ്പോൾ മഞ്ഞ നിറമായിരിക്കുമോ ചുമന്ന നിറമായിരിക്കും? ഉറപ്പാണോ? എന്ത് വില? 1.5 കിലോ. ഞാൻ അവിടെ നിന്ന് ഒരു 2-3 കിലോ മേടിച്ചു കൂട്ടി. അത് മേടിച്ചു. ഇത് 1 കിലോയ്ക്ക് 70. എന്നാൽ 1 കിലോ ആയിട്ട് തരും. 1.5 കിലോയ്ക്ക് 100 എന്നാണ് പറഞ്ഞത്. ഇത് ചുമപ്പ് തന്നെയാണ്. അതെ, നോക്കിയേ, അടിപൊളി. കാണിച്ചേ ഒന്ന് തുറന്ന് കാണിച്ചേ. ഇത് റെഡാണ്. അത് വേകുമ്പോൾ ചുമന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് വില. അത് കിലോയ്ക്ക് 70, 1.5 കിലോയ്ക്ക് 100. അത് നന്നായി കിട്ടിയല്ലോ. ഇത് കണ്ടോ മൈക്കിൽ അനൗൺസ്മെന്റ്? 1 കിലോ മരിച്ചീന് എത്ര? 30 രൂപ. വണ്ടിയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് 1 കിലോ മരിച്ചീനിക്ക് 30 രൂപ. അനൗൺസ്മെന്റ്. ദൈവമേ, ബസ് മാർക്കറ്റ് പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഇതെന്താ കാറിന് വന്ന് വിൽക്കണം? ആഭരണങ്ങളോ? പഴയതെടുക്കണം. പഴയതെന്ന് വെച്ചാൽ സ്വർണ്ണമല്ലല്ലോ, ഗ്യാരണ്ടി. അത് കൊടുത്താൽ തിരിച്ച് ഇതിനൊക്കെ വില കിട്ടുമോ? 1000 രൂപ മാർക്കറ്റ് വിലയുണ്ട്. അത് ശരി. 125 വാടക. ഇത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറിന് 40, 165. ഇത് റോൾഡ് ഗോൾഡിന്റെ ആണല്ലേ? ഇതിൽ ഈ വേറെ മെറ്റില. ഓക്കെ. അത് കൊടുത്തിട്ട് അത് വിറ്റ പൈസ വരും. അതായത് ഒരു കോമഡി കാണിച്ചു തരാം. ഞാനിന്ന് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്തിറങ്ങി ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. എൻ്റെ കാലിലേക്ക് നോക്കൂ, 2 കല്ല് 2 ചെരുപ്പ്. ഇതിലൊരു ബ്ലാക്ക് ചെരുപ്പ്, ഇതിൽ ഗ്രേ ചെരുപ്പ്, ചെവിയായി ഡബിൾ കളർ. എങ്ങനെയുണ്ട് പുതിയ ഫാഷൻ? ദൈവമേ, എന്തൊരു കോമഡി. ഞാനൊരു കോമഡി പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അമ്മ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എന്ത് തിരക്കിൽ രാവിലെ ഇറങ്ങിയപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല. ഡിക്കി ഫുള്ളായി. ഭാഗ്യത്തിന് മഴ പെയ്തില്ല, മഴ തുണച്ചു. ഇത് കാറ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അങ്ങാടിക്കടയാണേ. നമ്മുടെ അങ്ങാടി സാധനങ്ങൾ. ഇത് കുമ്പളങ്ങ ഒരെണ്ണം തരുമോ? ഇത് നാടൻ കുമ്പളങ്ങ. ഇതാണെങ്കിൽ വീട്ടിലിരുന്നാലും കേടാവില്ല, എത്ര 3-4 ദിവസം ഇരുന്നാലും കുഴപ്പം. ഇതാണ് ആൾക്കാർ വെളിയിൽ തൂക്കുന്നത്, കണ്ണ് കിട്ടാതിരിക്കാൻ. അപ്പോൾ ഇത് കിച്ചടി വയ്ക്കാനൊക്കെ നല്ലതാണ്. ഒരു കുമ്പളങ്ങ എന്ത് വില കേട്ടോ? അത് ചെറുത് മതിയേ. ഇതൊക്കെ എന്താ അറിയാം? തുളസി പൗഡർ, വനശ്രീ, റോസ്മേരി, ഡ്രൈ ലീവ്സ്. അത് കൊള്ളാം, നൈസ്. നോക്കൂ, ലൈറ്റ് വെയ്റ്റ്. ഇത് കുമ്മായം തേച്ച പോലെ ഇരിക്കും. അതങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. എന്ത് വില ഇത്? 60 രൂപ. ഏകദേശം തീർന്നു കൊണ്ടുവന്ന പൈസ. ഇവിടെ വന്നത് തന്നെ കാട്ടാക്കട ചന്തയിലോട്ട്. വന്നിട്ട് തിരിച്ചു. ആദ്യമായിട്ട് വരികയാണ് ഈ ഭാഗത്ത്. പക്ഷെ കൊള്ളാം, ഇനിയും വരാം. കാട്ടാക്കട ഗ്രാമപഞ്ചായത്താണ്. അങ്ങനെ കാട്ടാക്കട മാർക്കറ്റ്, ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുമ്പോഴേ വേറൊരു പേരും കൂടി ഉണ്ട്. മലയോര മാർക്കറ്റ്, മലയോര ചന്ത.
മലയോര വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ നാടനായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടുന്ന് പ്രാന്തപ്രദേശങ്ങളിൽ നിന്നെല്ലാം വീടുകളിൽ വളർത്തുന്ന അവരുടെ കൃഷിസ്ഥലങ്ങളിൽ നിന്നെല്ലാം കുറച്ചാണെങ്കിൽ കുറച്ച്, വലുതാണെങ്കിൽ വലുത് അതിവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു. ഒരു ഹോൾസെയിൽ പോലെ. നല്ല ലാഭം, ഒരു രക്ഷയില്ലാത്ത ലാഭം, അതായിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഉണ്ട്, അല്ലാണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസും ഒക്കെ ധാരാളം ഉണ്ട്. എല്ലാം നാടനാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള നാടൻ കാര്യങ്ങൾ കിട്ടും. പിന്നെ ചട്ടി, കലം, മറ്റു അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, ചിരട്ടത്തവി, അതൊക്കെ ഞാനൊന്നും മേടിച്ചില്ലാന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മാർക്കറ്റ്, പറയാതിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. മാത്രമല്ല എനിക്ക് മറ്റൊരു പ്രത്യേകത തോന്നി, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷെ വളരെ ഫ്രണ്ട്ലി, നല്ലതായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് വർത്താനം പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ, നമ്മൾ പോയി കാര്യങ്ങൾ ചോദിക്കുമ്പോഴും മേടിക്കുമ്പോഴും ഒക്കെ. അപ്പോൾ നല്ല ആൾക്കാർ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വണ്ടി നിറച്ച സാധനങ്ങളുമായിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ ഇതെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമുക്കല്ലേ. ഓ യെസ്, ഒരു 22 കിലോമീറ്റർ താണ്ടി വന്നാലും നഷ്ടമൊന്നുമില്ല. ലാഭം എന്ന് വെച്ചാൽ വെജിറ്റബിൾസൊക്കെ ഒരു രക്ഷയില്ലാത്ത ലാഭം. ഇത് മൺഡേസ് ആൻഡ് തേഴ്സ്ഡേയ്സ് ആണ് ഇവരുടെ ചന്ത എന്ന് പറയുന്നത്, മാർക്കറ്റിങ്. അല്ലാത്ത ദിവസം ഉണ്ടാകും, പക്ഷെ അത് കുറച്ച് ഇങ്ങനെ ഇത്ര ആളും വേളമൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടെ വിലയും കൂടുതലായി. ഓ, ഓൺ ദ വേ ചന്തയിൽ നിന്ന് കുറച്ചൊരു 1 കിലോമീറ്റർ ഇപ്പുറം വന്നു. വഴി സൈഡിലൊക്കെ ഇങ്ങനെ മാങ്ങ, ചക്ക എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന കടകളും ഉണ്ട് കേട്ടോ. അത് വേറെ വിശേഷമാണ്. ഈ റോഡിലെല്ലാം കാണാം. വളവാണ്, ഓടി ക്രോസ് ചെയ്ത്. യാ, ഇതൊരു ചേട്ടൻ്റെ കട. കൂവക്കിഴങ്ങ് കണ്ടു. കൂവക്കിഴങ്ങെന്ന് പറഞ്ഞാൽ ആരോ റൂട്ട്. നല്ല ചീമച്ചക്ക ഉണ്ട്. ബമ്പിളി മൂസ്. ചേട്ടാ ചീമച്ചക്ക അല്ല, ഇതെങ്ങനെ വില? കൂവക്കിഴങ്ങ് കിലോ 120 1 കിലോയ്ക്ക്. ഓക്കെ, അത് കാച്ചിലിൻ്റെ വേരാണോ? വിത്ത് ഏതിൻ്റെ കാച്ചില? മാങ്ങയ്ക്ക് എന്ത് വില? 160. ഇവിടെ കുറച്ച് വില വ്യത്യാസമുണ്ട്, കൂടുതല. ശീമച്ചക്കയിലാമോ? വരാനുണ്ട് അല്ലേ? ഓക്കെ. ശീമച്ചക്ക എന്ത് വില? ഒരെണ്ണം വില കുറയും. ഓക്കെ, ആണോ? ഇതെടുത്തോളൂ. അത് അവസാനത്താണ്. ഇത് അവസാനത്തെ ലോട്ടാണ്. ഈ വർഷം ഇതിൻ്റെ സീസൺ കഴിഞ്ഞു, ഇനി കിട്ടില്ല. ഇത് പക്ഷെ കൊള്ളാമല്ലോ. ഇത് മാവുണ്ടല്ലോ അല്ലേ? ആ, ഇത് അടുത്ത വർഷം കിട്ടും. ഏത് മാസമാണ് ഈ കൂവക്കിഴങ്ങിൻ്റെ സമയം? വൃശ്ചിക മാസത്താണ് അല്ലേ? നവംബറൊക്കെ ആവും അല്ലേ? നവംബർ ഡിസംബർ ആ സമയത്ത്. ഓഹോ, ഇനി എന്തൊക്കെ വരാനുണ്ട്? ഒരുപാട് ഐറ്റം ഉണ്ട്. എല്ലാ ടൈപ്പ് കിഴങ്ങുകളും ഇവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ നോക്ക്, കിഴങ്ങിൻ്റെ എല്ലാം വിത്ത്, കാച്ചിൽ വിത്ത് ഒക്കെ വാങ്ങാൻ വേണമെങ്കിൽ. ഇവർ ഇനി കുറേ സാധനം ഫില്ല് ചെയ്യാനുണ്ട്. ആണല്ലേ? ആണോ? വീട് തൊട്ട് പറയിലാണല്ലേ? ഈ വർഷം ഇനി കൂവക്കിഴങ്ങ് കിട്ടില്ല. അപ്പം നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. എനിക്ക് ഈ പ്രാവശ്യം ചാലയിൽ എടുക്കില്ല. എവിടുന്നാ വരുന്നേ? നാടൻ വീടുകളിൽ നിന്നല്ലേ? എല്ലാം കമ്പിളി വരും. അപ്പോൾ എടുത്തോളൂ 1 കിലോ. ചക്ക ഉണ്ട്, നല്ല വലിപ്പമുള്ളതുണ്ട്, ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ശീമച്ചക്ക മധുരത്തിൽ വേവിച്ചെടുക്കാം. കരിപ്പട്ടിയിട്ട് വേവിച്ച മധുരക്കിഴങ്ങ്, അതായത് ശീമച്ചക്ക പുഴുങ്ങിയത് വേവിച്ചെന്ന് പറയും. അതൊരു നല്ല ടേസ്റ്റി ഡിഷാണ്. അതുണ്ടാക്കാം. ശീമച്ചക്ക വാങ്ങിക്കാം. നാടൻ കറിവേപ്പിലയൊക്കെ കൊണ്ടുവച്ചിരിക്കുകയാണല്ലേ? പച്ചമഞ്ഞ. ഇതൊക്കെ ആരോ എന്തോ മരുന്നിന് വേണ്ടി ആരോ പറഞ്ഞത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണല്ല. ഇവിടെ കാടമുട്ടയും മിൽക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ വന്നിട്ടില്ല കാടമുട്ട. വീട് തൊട്ട് ബാക്കിലാണോ ചേട്ടൻ്റെ? ആണോ? ജപ്തിയായ? ഏത്, ഈ വീടാ? ആ വെള്ള വീടാ വിത്ത് സ്വിമ്മിങ് പൂള്? അതാണോ ചേട്ടൻ്റെ വീട്? മോനുണ്ടാക്കിയ വീടാണ്. പക്ഷേ കൊറോണ സമയത്ത് കുറച്ച് കടം വന്നു. എന്നാ 30 അവിടെ ഇപ്പോൾ ജപ്തിയാകുന്നു എന്നാണ് പറഞ്ഞത്. സ്വിമ്മിങ് പൂളും എല്ലാം ഉണ്ട്. ഓക്കെ. അങ്ങനെ സാധനം എടുത്തു, മറന്നു വെച്ചിട്ട് പോവുകയാണ്. സാധാരണ എല്ലാവരുടെയും പതിവ്. ഞാനും മറന്നു കേട്ടോ. ആക്ച്വലി വർത്തമാനം പറഞ്ഞ് നിന്നപ്പോൾ കൂവക്കിഴങ്ങ് എടുക്കാൻ മറന്നു. ഇതുപോലെ കുറേ കടകൾ, ഇങ്ങനെ ചെറിയ സ്റ്റോൾസ് പോലെ ഈ റോഡിലെല്ലാം കാണാം. ഇതൊരു വളവാണ്, അതുകൊണ്ട് പെട്ടെന്നായിരിക്കും വാഹനങ്ങൾ വരുന്നത്. അതാണ് സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം. യെസ്.
അങ്ങനെ മാർക്കറ്റ് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ലോക്കൽ മാർക്കറ്റ് ഇതെല്ലാം വന്ന് അത് മലയോര ചന്തയാട്ടോ, മലയോര ചന്ത. അപ്പം അവിടുത്തെ കാര്യം കഴിഞ്ഞു ഞാൻ തിരിച്ചെത്തി. എല്ലാം ഡ്രസ്സൊക്കെ മാറി. ഓക്കെ, എല്ലാം സെറ്റ്. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ആലോചിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കണു ഇന്ന് ശീമച്ചക്ക വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി കാണിക്കാം. ഇപ്പോൾ ഉടനെ ഇല്ല, വൈകുന്നേരം ഞാൻ വെള്ളത്തെ കിച്ചണിൽ പോയി ചെയ്യാം. ഓക്കെ, ടെറസ് കിച്ചണിൽ പോയിട്ട് കുറേ ദിവസമായല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് മധുരം വേവിക്കുന്നതാണ്, ശീമച്ചക്ക വേവിച്ചത്. പക്ഷേ സാധാരണ നമ്മൾ തേങ്ങാപ്പാലും ഉപ്പിട്ട് വേവിക്കും. അതല്ലാണ്ട് വേറെ ഒരു സ്വീറ്റർ വേർഷനുണ്ട് അതിൻ്റെ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് വൈകുന്നേരം ഷൂട്ട് ചെയ്യാം, ആ സമയത്ത് കാണാം. ഇപ്പോൾ ബാക്കി വെജിറ്റബിൾസ്, ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്തെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പല പല കവേഴ്സിലൊക്കെ ആക്കി പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തു, ബാക്കി കൂടെ ഞാൻ ചെയ്യാം. ഇവിടെ വീട്ടിൽ കുറച്ച് അടുക്കൽ എല്ലാം വൃത്തിയാക്കലുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ പുടുവിൻ്റെ സോഫ്റ്റ് ടോയ്സ് എല്ലാം കൂടി, പുടുവിൻ്റെ തന്നെ പഴയ തൊട്ടിലല്ല എന്താ പറയുക, ഇത് ക്രിബ്. ഓക്കെ, അതിൽ ആണിപ്പോൾ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് ഓക്കെ, പീറ്റർ റാബിറ്റ്. ഇത് പാർവതിയുടെ മാഞ്ചസ്റ്ററിൽ നിന്നും എടുത്തിട്ട് വന്നതാണ്. ഞാൻ വന്നു, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ പീറ്റർ റാബിറ്റിനെ. അവിടുത്തെ കുട്ടികൾക്കൊന്നും അവരത് ഔട്ട്ഗ്രോ ചെയ്തു ആ സമയത്ത് ഞാൻ എടുത്ത. ഓ യെസ്. അപ്പോൾ നമ്മുടെ ടെറസ് കിച്ചണിൽ നിന്നുകൊണ്ട് നമ്മളൊരു നാടൻ കാര്യം ചെയ്യാൻ പോകും. അപ്പോൾ ഒരു വലിയ ശീമച്ചക്കയാണ് കിട്ടിയത്. അതിൻ്റെ സൈസ് കാണുന്നുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച്, എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യം, കഴുകി വെള്ളത്തിലേക്ക് തന്നെ ഇടണം കഷ്ണങ്ങൾ. നടുക്കുള്ള ആ ഒരു ചക്കയുടെ പോലെ ഒരു പൂഞ്ച് പോലെ ഒരു ഭാഗം ഉണ്ടാവും, സെൻറ്റർ, അത് കളയണം. എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇടണം. ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്നും ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ, ഇത് ട്രിവാൻഡ്രം സൈഡിലൊക്കെ പറയുന്നത് ശീമച്ചക്ക വേവിച്ചതെന്നോ അവിച്ചതെന്നോ ഒക്കെയാണ് പറയാറ്. അപ്പോൾ ഇത് സാധാരണയായിട്ട് വേവിച്ചതെന്ന് പറയുമ്പോൾ തേങ്ങാപ്പാലും രണ്ട് രീതി ചെയ്യും. തേങ്ങാപ്പാലും കാണും, തേങ്ങ ചെറിയതും ഉണ്ടാവും, പ്ലസ് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെമി ലിക്വിഡായിട്ട് എടുക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്, ഉപ്പൊക്കെ ഇട്ടിട്ട്. അത് കഴിക്കാനും ഭയങ്കര രസമാണ്. ചമ്മന്തിയൊക്കെ കൂട്ടി നല്ലൊരു കട്ടൻ ചായയൊക്കെ ആയിട്ട്, ഒരു ചുക്ക് കാപ്പിയൊക്കെ ആയിട്ട് കഴിച്ചാൽ ഗംഭീരമായിരിക്കും. ഇന്ന് ഞാൻ മറ്റൊരു വേർഷനാണ് ചെയ്യുന്നത്. ഇതും ഇവിടെ എല്ലാം വളരെ പോപ്പുലറാണ്. പഴയ നാടൻ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന വീടുകളിലൊക്കെ അറിയാം, ട്രിവാൻഡ്രം സൈഡിലുള്ളവർക്കെല്ലാം അറിയാം. ഇതും ഇങ്ങനെ തന്നെയാണ്, പക്ഷേ ഇത് മധുരത്തിൽ വേവിച്ചതാണ്. അപ്പോൾ ചക്ക മധുരത്തിൽ വേവിച്ചത്, ചക്ക വേവിച്ചത് തന്നെയാണ്, പക്ഷേ ഇത് കരിപ്പട്ടി ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 കിലോയുടെ ചക്കയായിരുന്നല്ലോ ശീമച്ചക്ക. എന്തൊക്കെ ചെയ്യാറിയോ, ചിപ്സ് ഉണ്ടാക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ അരിഞ്ഞ് കഴിയുമ്പോൾ ഒരു 7-8 കപ്പ് ഉണ്ടാകും. ഇതിലേക്ക് നമുക്കൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ തന്നെ വേവിക്കാം. ആദ്യം നോക്കിക്കോളൂ, തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ചുവട് കട്ടിയുള്ള നല്ല നമ്മുടെ പുതിയ പാത്രമാണ് യൂട്ടൻസലിൻ്റെ. അപ്പോൾ അതിലേക്ക് ശീമച്ചക്കയുടെ പീസസ് നോക്കിക്കോളൂ. സമയമാകുമ്പോഴേ ഊറ്റാൻ പാടുള്ളൂ. ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇത് വേകാനായിട്ട് തേങ്ങാപ്പാലാണ് നമ്മൾ വേവിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2-ാം പാലിൻ്റെ അളവിലുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു കപ്പളവ് നോക്കാം. ഒരു വലിയൊരു തേങ്ങയുടെ പാലാണ്. 4 കപ്പ് തേങ്ങാപ്പാലിൽ ഇത് വേവിക്കാനായിട്ട് വയ്ക്കുന്നു. യെസ്, വേകട്ടെ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടാണ് കരിപ്പട്ടി ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തട്ടി പൊട്ടിച്ച് വെച്ചിരിക്കുവാണ്. ഇത് നല്ല പ്യോർ കരിപ്പട്ടിയാണ്, ഒട്ടും അഴുക്കില്ലാത്ത, നല്ല എനിക്ക് വിശ്വാസമുള്ളതാണ്. അതുകൊണ്ട് അരിച്ച് ഒഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഞാൻ ഇടും. അപ്പോൾ ഇതൊരു 1/4 കിലോ എന്ന് പറയാം. ഓക്കെ, കരിപ്പട്ടിക്കൊരു കണക്കെന്ന് പറഞ്ഞാൽ മധുരത്തിനനുസരിച്ചിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഞാനിപ്പോൾ ഒരു 250-300 ഗ്രാം അടുപ്പിച്ച് കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ കരിപ്പട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് നല്ല പ്യോർ കരിപ്പട്ടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് വെറുതെ തട്ടിപ്പൊട്ടിച്ച് തന്നെ ഇടാൻ പോവാണ്. എനിക്ക് കരിപ്പട്ടിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ശർക്കര പോലെ അല്ല കേട്ടോ, കരിപ്പട്ടി ഭയങ്കര ഹെൽത്തിയാണ്. അത് പനയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പണ്ട് തന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിപ്പട്ടിയിലല്ലേ പ്രസവരക്ഷയുടെ സമയത്ത് ഇഷ്ടംപോലെ കരിപ്പട്ടി കഴിക്കണം എന്ന് പറയും. കാര്യം അയൺ കണ്ടൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേസമയം ശർക്കര എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ മറ്റൊരു ഡെറിവേഷനാണ്. കാരണം അത് ഷുഗർ കെനിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പോളിഷ്ഡ് വേർഷനാണ് ഷുഗർ. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോൾ പഞ്ചസാരയാവും. അപ്പോൾ കരിപ്പട്ടി ഇതും കൂടെ ചേർന്ന് വരുമ്പോൾ എന്താ ടേസ്റ്റെന്ന് അറിയാം, വേറൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ശീമച്ചക്ക വേകാനുള്ള വെയിറ്റിംഗ് ടൈം. പിന്നെ 1-ാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടിയും വേണം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പുട്ടുപൊടിയാണ് കൂടുതൽ നല്ലത്. ഏതായാലും കുഴപ്പമില്ല, ഒരു 2-3 സ്പൂൺ
അരിപ്പൊടി ഈ ഒന്നാം പാലിൽ കലക്കിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുക്കൊക്കെ ചേർന്ന കരിപ്പട്ടി വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ചുക്ക് പൊടിയാകാം, ഏലക്ക പൊടിയാകാം, അതിഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. സോ വെയിറ്റിംഗ് ടൈം. നമ്മുടെ ശീമച്ചക്ക വെന്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ചാറ് ബാക്കിയുണ്ട് ഈ ഒരു സമയത്ത്. അതായത് ഏതാണ്ട് വെന്ത് കഴിഞ്ഞിട്ടേ മധുരം ചേർക്കാവുള്ളൂ കേട്ടോ. ഇത് നോക്കിക്കോളൂ. ഇത് നമുക്ക് കരിപ്പൊട്ടി ചേർക്കാം. ഇതിപ്പോൾ തല്ലി പൊട്ടിച്ചതേ ഉള്ളൂ, ചീകി എടുത്തതല്ല. ഇങ്ങനെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് അലിയട്ടെ. ഇതിപ്പോൾ നല്ല കരിപ്പൊട്ടി ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അലിയിച്ചിട്ട് അരിച്ച് ചേർക്കണം. മധുരമില്ലാത്ത വേർഷനാണെങ്കിൽ ഉപ്പിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. എന്നിട്ട് തേങ്ങാപ്പാലും തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ഇതിപ്പോൾ മധുരം കരിപ്പട്ടിയുടെ ടേസ്റ്റും കൂടി ഇറങ്ങണം. നമ്മളിപ്പോൾ 4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചാണിത് വേവിക്കാനായിട്ട് വെച്ചത്. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കും. ഇതും 2ാം പാൽ തന്നെയാണ്, ഞാൻ കുറച്ചുകൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4.5 കപ്പ് എന്ന് പറയാം ടോട്ടൽ. ഇനി ഇത് ഒന്ന് അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. കാണുന്നുണ്ടല്ലോ? യെസ്. ആഹാ, നല്ല മണം. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർക്കാൻ പോവുകയാണേ. ഇതിൽ ചുക്ക് പൊടിയാകാം, ഏലക്കാപ്പൊടിയാകാം, രണ്ടും കൂടെ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ചുക്ക് പൊടിയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അതിട്ടാലും മതി. നല്ലൊരു തള വരട്ടെ. ഇപ്പോൾ ഏതാണ്ട് അലിഞ്ഞു കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി ആ കഷ്ണങ്ങളിലൊക്കെ ആ മധുരം ഒന്ന് പിടിക്കണം. കരിപ്പട്ടിയുടെ ടേസ്റ്റും കൂടി ഇറങ്ങട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് മധുരമാണ്, ഒരുപാട് ഓവർ മധുരമല്ല. പിന്നെ ഇച്ചിരി കൂടെ മധുരം വേണമെങ്കിൽ ഒരു 400 ഗ്രാംസ് വരെ ചേർക്കാം. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം മധുരം. ഓക്കെയാണ്. ഇനി കുറച്ച് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ 1 ടീസ്പൂൺ മതി അരിപ്പൊടി. ഇത് ആക്ച്വലി നല്ല കൊഴുപ്പുണ്ട്. നമ്മൾ ഇച്ചിരി കൂടെ ലൂസായിട്ട് കുറച്ചുകൂടെ ചാറൊക്കെ വേണമെങ്കിൽ, എന്നാൽ കൂടുതൽ തേങ്ങാപ്പാലും എടുത്ത് കുറച്ചുകൂടി പൊടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ യോജിപ്പിക്കാം. നോക്കിക്കോളൂ, നല്ല കുറുകിയ പാലാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്തു. ചെണ്ടമുറിയൻ മാതിരി ഉണ്ടല്ലേ, ഏത്തപ്പഴം ഇങ്ങനെ ചെയ്യില്ലേ, അതുപോലെ. യെസ്. ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയോ? ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം, ജസ്റ്റ് ഒരു ബാലൻസിങ്ങിന്. പിന്നെ തേങ്ങ ചിരകിയത് വേണമെങ്കിലും എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തേങ്ങാപ്പാലിലിങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്, പൊതിഞ്ഞ രീതിയിൽ. ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതും കൂടി ചേർത്ത് കഴിക്കാം. തള വന്നു തുടങ്ങി. ഇനി തീ ഓഫ് ചെയ്യാൻ പോണു. യെസ്. കാണുന്നുണ്ടല്ലോ ഒരു കൺസിസ്റ്റൻസിയൊക്കെ. ഇത് ഇരിക്കുന്നതോറും കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും, തിക്കാകും. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇച്ചിരി സെർവ് ചെയ്ത് വയ്ക്കാം തണുക്കാനായിട്ട്. ഓക്കേ, കാണുന്നുണ്ടല്ലോ നമ്മുടെ ശീമച്ചക്ക. അപ്പോൾ നമ്മുടെ ശീമച്ചക്ക വേവിച്ചത്, വിളയിച്ചതെന്ന് ഞാൻ പറയില്ല, വേവിച്ചതാണ്, മധുരത്തിൽ വേവിച്ചത്. ഈ രീതിയിലുള്ള ഒരു റെസിപ്പി, അതായത് ശീമച്ചക്ക ഈ രീതിയിൽ വേവിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ട്രിവാൻഡ്രം സൈഡിൽ പഴയ ആൾക്കാർക്കെല്ലാം ഈ രീതി അറിയാം, ഒരുപാട് വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പക്ഷേ വേറെ ജില്ലകളിലുള്ള ആൾക്കാർ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള രീതി ഉണ്ടോ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ശീമച്ചക്ക ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കും? അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്, മസ്റ്റ് ഐറ്റമാണ്. ഇത് ശരിക്കും ഒരു ഒത്തൻറ്റിക്, ഒരു ട്രഡീഷണൽ ഒരു വിഭവമാണ്. അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റാകും. ആഹാ, കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. ചൂട് ചൂട്. ടു ഗുഡ്. എന്താ ടേസ്റ്റ് അറിയോ? അപാര ടേസ്റ്റ്.
ചൂടാണെങ്കിലും ഞാൻ ആ സ്വാദ് കൊണ്ട് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കണം. വാ പുള്ളി, എൻ്റെ ടേസ്റ്റ് ബഡ്സ് എല്ലാം കരിഞ്ഞു പോയല്ലോ. അതെന്നറിയോ, ചൂട്, ഹോട്ട്. ഇത് കരിപ്പെട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. ശർക്കരയിൽ ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നിലും ചെയ്യരുത്. ജസ്റ്റ് പ്യുവർ പാം ജാഗറി, അതായത് കരിപ്പെട്ടിയിൽ തന്നെ ചെയ്യണം. ബ്രെഡ് ഫ്രൂട്ട് എന്നാണല്ലോ ഇനി ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മുടെ ശീമച്ചക്ക ഈ രീതിയിൽ ഉണ്ടാക്കുക, കഴിച്ചു നോക്കാം. ഇതാരും പ്രതീക്ഷിക്കാത്തൊരു സ്വാദാണ് കേട്ടോ ഇതിന്. കറക്റ്റ് മധുരമാണ്, കൂടുതലുമല്ല കുറവുമല്ല. ഞാനൊരു സജഷനും കൂടെ പറയാം. ഇതിനകത്ത് തേങ്ങ ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടോളൂ, കുറച്ചുകൂടി ടേസ്റ്റാവും. ഇതും ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് തരാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിലേക്ക് വന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നവർക്ക് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താണ്, ഇങ്ങനെ ഐറ്റം ഉണ്ടോ, ചീമച്ചക്ക കൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.